596 പവൻ സ്വർണം തട്ടിയെടുത്ത കാസർഗോഡ് പ്രവാസി വ്യവസായി അബ്ദുൽ ഗഫൂറിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ അന്വേഷണം കാസർഗോഡിന് പുറത്തേക്കും ജില്ലയ്ക്ക് പുറത്ത് സ്വർണം വിൽപ്പന നടത്തിയെന്നാണ് പ്രതികൾ മൊഴി നൽകിയിരിക്കുന്നത്. സ്വർണം വിറ്റുകിട്ടിയ പണം പ്രതികൾ ആഡംബര ജീവിതത്തിനും ഭൂമി ഇടപാടിനും വിനിയോഗിച്ചുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതോടെ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് പോലീസിന്റെ നിഗമനം. 596 പവൻ സ്വർണം എവിടെ വിറ്റഴിച്ചെന്നും ഈ പണം പ്രതികൾ എന്തു ചെയ്തെന്നും ഇനിയും കണ്ടെത്തേണ്ടതുണ്ട്. ഒന്നാം പ്രതി ഉബൈസും രണ്ടാം പ്രതി ഷമീനയുമായും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം നടത്തിയ തെളിവെടുപ്പിൽ 20 പവനോളം സ്വർണം കണ്ടെടുത്തിരുന്നു. ബാക്കി സ്വർണം കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. കാസർഗോഡ് ജില്ലയ്ക്ക് പുറത്തും സ്വർണ്ണാഭരണങ്ങൾ വിൽപ്പന നടത്തിയെന്ന് പ്രതികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഒന്നാം പ്രതി ഉബൈസാണ് തട്ടിപ്പ് ആസൂത്രണം ചെയ്തതെന്നും കൊലപാതകം നടത്തിയതെന്നും അന്വേഷണ സംഘത്തോട് പ്രതികൾ സമ്മതിച്ചു. സ്വർണം വിറ്റുകിട്ടിയ പണം ആഡംബര ജീവിതത്തിനായി ഉപയോഗിച്ചു എന്നാണ് അന്വേഷണ സംഘത്തിന് നൽകിയ പ്രതികളുടെ മൊഴി. കേസിൽ ഉബൈസിനെയും ഷമീനയെയും കൂടുതൽ പേർ സഹായിച്ചു എന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. 24 കാസർഗോഡ്.